അപ്പോൾ നമ്മൾ ഡൽഹിയിൽ മറ്റൊരു പ്ലേസിലേക്ക് എത്തിയിട്ടുണ്ട്. മറ്റൊരു പ്ലേസ് എന്ന് വെച്ചാൽ നമ്മളെല്ലാം കാണണം എന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന മനോഹരമായൊരു സ്ഥലം, നമ്മുടെ അഭിമാന സ്തംഭങ്ങളിലൊന്ന്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളതിൻ്റെ ഔട്ടർ വ്യൂ ഒന്ന് കാണിക്കാം. ഔട്ടർ വ്യൂ മീൻസ് അങ്ങോട്ട് കയറുന്ന വഴി. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഏതാണെന്ന് ഏരിയ എന്നതൊക്കെ ഒരു ഗസ്സിങ് കിട്ടിയിട്ടുണ്ടാവും ഇല്ലേ? ഇനി ഗസ്സിങ് കിട്ടാത്തവർക്ക് ഞാൻ ഇതിങ്ങനെ തിരിക്കും പതിയെ. അപ്പോൾ ഇത് ഇവിടുന്ന് ഇതെങ്ങനെ കാണാം, ആ റെഡ് ഫോർട്ട്. അപ്പോൾ നമ്മൾ ബുക്കിംഗ് കൗണ്ടറൊക്കെ ഉണ്ട് ഉള്ളിൽ കയറാനൊക്കെ ആയിട്ട്. ബിനാലെ നടക്കുന്ന ആർക്കിടെക്ചർ ഡിസൈൻ ബിനാലെ നടക്കുന്നുണ്ട് കേട്ടോ. 2023 8 മുതൽ 15 വരെ റെഡ് ഫോർട്ടിൽ. ഇവിടുന്ന് റെഡ് ഫോർട്ട് ചുറ്റി കാണിക്കാനുള്ള വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അതിൽ നമ്മൾ ട്രാവൽ നടത്തും. നമ്മൾ നമ്മുടെ റെഡ് ഫോർട്ടിൻ്റെ ഓരോ ആംഗിളും മനോഹരമായി നമ്മൾ എടുക്കാൻ ശ്രമിക്കും. നമ്മുടെ ചുവപ്പ് കോട്ട എന്താ ഭംഗിയില്ലേ, അടിപൊളി. അടിപൊളിയല്ലേ, രസം. ಆಗ್ರಲ್ಲಿದ್ದ ರಿಟರ್ನ್ ಮಾಡಿಬಿಡೋದು. നമ്മുടെ നെഞ്ചിൻ്റെ ഉള്ളിലൊരു ആനന്ദ കൊതിപ്പാണല്ലേ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ. ഭംഗിയല്ലേ? എങ്ങനെ ഫ്രെയിം വയ്ക്കണമെന്ന് ഭയങ്കര കൺഫ്യൂസ്ഡാ. അത്ര രസമാണ് ഇവിടുത്തെ ഫ്രെയിംസിന്. നമുക്ക് നോക്കാം. അവിടെ ഒരു കിടങ്ങുണ്ടേ. റെഡ് ഫോർട്ടിലേക്ക് പോകുന്ന വഴിയുള്ളൊരു കിടങ്ങാണത്. പണ്ട് കോട്ടയുടെ ഉള്ളിൽ കയറാൻ വേണ്ടി മനോഹരമായി പണി തീർത്തിട്ടുള്ള ഒരു കിടങ്ങാണത്. മറ്റേ മറ്റുള്ള യുദ്ധമൊക്കെ വരുമ്പോൾ ആരും പെട്ടെന്ന് ചാടി കിടക്കാതിരിക്കാൻ വേണ്ടി ആയിരിക്കണം. പക്ഷേ അന്ന് വലിയ വലിയ കല്ലോ കരിങ്കല്ലിൻ്റെ എന്തോ ഒരു ടൈപ്പ് ഭിത്തിയോ അങ്ങനെ എന്തോ ആണത്. ഭയങ്കര മനോഹരമാണ് അല്ലേ? ആംഗിളുകൾ ഒരു രക്ഷയില്ല കേട്ടോ.
आओ അടിപൊളിയല്ലേ? നമ്മുടെ സംസ്കാരം, നമ്മുടെ പൗരാണികം, നമ്മുടെ അഭിമാനം എല്ലാം ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പി ഇവിടെ നിൽപ്പുണ്ടേ. Yes. റെഡ് ഫോർട്ടിനാണ് സുമ്മാവാ? അടിപൊളി. ഓരോ സൈഡും ഇതുപോലെയാണ്. അങ്ങോട്ടേക്കുള്ള വഴി അതും മനോഹരമാണ്. വട്ടമിട്ട് പറക്കുന്നുണ്ടോ? പരുന്താണ്ടോ അത് വട്ടമിട്ട് പറഞ്ഞത്? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പം നമ്മൾ ഭയങ്കര രസമുള്ള ഭയങ്കര അനുഭൂതി നിറഞ്ഞ ഒരു വഴിയിലൂടെയാണ് യാത്ര. നമ്മുടെ ചുവപ്പ് കോട്ട. ഇനി നമുക്ക് ഇവിടുത്തെ ഒരു ശില കണ്ടാലോ? वीडियो बन रहा है बेटा। किसमें छोड़ोगे तो? ये तो छोड़ेंगे, हमको यूट्यूब में डाल देंगे, फेसबुक में डाल देंगे, चैनल में लगा देंगे। चैनल क्या आपका? मलयालम में क्या नाम है? मलयालम में
मलयालम नहीं ആ മലയാളം ओए कॉपी में लिखा हमारे में ഓക്കെ ഹായ് ബോൾ हाय हेलो गाइस हेलो गाइस യെസ് അപ്പോൾ നമുക്ക് ഓടാനപ്പോൾ കിട്ടിയതാണ് കുട്ടികളെ കൊള്ളാം അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ വന്നപ്പോൾ കുട്ടികളെ കിട്ടി അപ്പോൾ അവർക്ക് क्या नाम बोलता यूट्यूब में और फेसबुक में SHAHMON ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് എഴുതി കൊടുക്കാം SHAHMON नहीं E काटो B PA RE L yes नहीं L I L yes and अरे तुम लिख दवाइयाँ करवा सही से अरे वो तो मैं निकाल लूँगा ओके बाय बाय ओके भाई ओके क्या पढ़ता है कोटे डेवी सराय का लेगा सर कितना क्लास में 6 ओके 8 अच्छा അപ്പോൾ അപ്പോൾ 6ലും 8ലും പഠിക്കുന്ന 2 കുട്ടികളെ കണ്ടു അപ്പോൾ അവർ അന്ന് ഓട്ടോഗ്രാഫൊക്കെ പഠിച്ചിട്ട് പോയുണ്ട് എന്താ എനിക്ക് മേല അപ്പോൾ അതവിടെ നിൽക്കട്ടെ നമ്മൾ വ്യൂവിലേക്ക് പോകും അപ്പോൾ നൈസല്ലേ അടിപൊളി വ്യൂവിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ 5 മിനിറ്റ് ഇവിടെ അങ്ങ് ഇരുന്ന് ഒന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ആദ്യത്തെ ഘട്ടം പൂർത്തിയായിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കാൻ പോകണം റെഡ് ഫോർട്ടിൽ. അത് നമുക്ക് അടുത്ത എപ്പിസോഡാക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ചാലേ, ഞാനൊരു സിനിമ സ്ക്രിപ്റ്റ് എഴുതി സംവിധാനം ചെയ്തപ്പോൾ കിട്ടാത്ത അറ്റൻഷൻ റോഡ് സൈഡിൽ നമ്മൾ വീഡിയോ ആയിട്ട് ഇറങ്ങിയപ്പോൾ കിട്ടി എന്നുള്ളതാണ് സത്യാവസ്ഥ. മേ ബി അതൊരു വല്ലാത്ത സന്തോഷമാണ്. ഒന്നുമില്ലെങ്കിലും ഒരു കൈതരാൻ ആളുണ്ട് എന്നുള്ളതാണ്. അതൊരു സന്തോഷമായി കണക്കാക്കുന്നു. അപ്പോൾ അതൊരു മാനസികമായ ഉല്ലാസത്തിന് വഴിതെളിക്കുന്നു. സോ നമ്മൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണും. അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ ഇവിടെ നിന്നും വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നമ്മുടെ ചെങ്കോട്ടയുടെ, നമ്മുടെ റെഡ് ഫോർട്ടിൻ്റെ മറ്റു കാഴ്ചകളിൽ നിന്നും. ഓക്കെ, ബൈ.